NMC Wellness Guide by Dr. Rati Satyan, specialist in obstetrics and gynecology at Bright Point Royal Women's Hospital, Abu Dhabi. ഇപ്പോൾ ഡോക്ടർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഹലോ ഡോക്ടർ. ഹലോ. ഇന്നത്തെ ദിവസം പ്രഗ്നൻസിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ലേഡി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗും പ്രീ പ്രഗ്നൻസി അവർക്ക് കുറച്ച് ഇങ്ങനെ 3 months മുൻപ് തന്നെ അവർക്ക് കുറച്ചും കൂടി വാട്ട് ഇസ് പ്രഗ്നൻസി, എന്താ അവർക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, എന്ത് ഡയറ്റ് കഴിക്കാം, വാട്ട് വിറ്റമിൻസ് ടു ടേക്ക്, അങ്ങനെയൊക്കെ ഒരു കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ ഇൻ കേസ് ഒരു സ്ത്രീ ഇപ്പൊ പ്രഗ്നന്റ് ആകാൻ പോവുക അവർക്ക് നോക്കണുണ്ടെങ്കിൽ 3 months മുൻപേ ഡോക്ടറെ അടുത്ത് കാണിച്ച്, ഇപ്പൊ എല്ലാവർക്കും ഇവിടെ വൈറ്റമിൻ ഡി കുറവുണ്ട്, പിന്നെ തൈറോയിഡ് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ ഫോളിക് ആസിഡ്, DHA, ഈ കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടിയുള്ള മൾട്ടി വിറ്റമിൻസ്, അതൊക്കെ അവർ തുടങ്ങിയ ഇതൊക്കെ പ്രീ പ്രഗ്നൻസി ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഓർ കൺസൾട്ടേഷനിൽ വരും. അത് കഴിഞ്ഞിട്ടാണ് ഇൻ കേസ് അവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഒരു ഫസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റ് അടുത്ത് വന്ന് ചെക്കപ്പ് നടത്തിടും. പിന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും ആ ഡോക്ടർ പറയുന്നത് അനുസരിച്ച് നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓൾറെഡി ഒരു സ്ത്രീ അവര് ഇതൊക്കെ ചെയ്തു, ഷീസ് ഓൾറെഡി ഓക്കെ, അവർ ഓൾറെഡി ഫോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങി, പ്രിപ്പയർഡ് ആണ്, വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് 3 months എന്തൊക്കെ അവർ ചെയ്യുന്നു, ഡോക്ടർ ആദ്യം അവരുടെ ബ്ലഡ് ടെസ്റ്റ് മൊത്തം നോക്കും, അവർക്ക് അനീമിയ ഉണ്ട്, ഇൻ കേസ് ഏതെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, തൈറോയിഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ ആദ്യത്തെ സ്കാൻ ചെയ്ത് ബേബിയുടെ ഡേറ്റ്സ്, ഗ്രോത്ത്, ഹാർട്ട് ബീറ്റ് അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് പിന്നെ 3rd month സ്കാൻ, അത് ബേബിയുടെ കുറച്ചും കൂടി ഗ്രോത്ത്, അതിൽ കുറച്ച് ബേബിയുടെ നേസൽ ബോൺ നോക്കുന്ന ഒരു സ്കാൻ ഉണ്ട്, അത് ചെയ്യും. പിന്നെ 20 weeks പറയുന്നത് കുറച്ചും കൂടി വലിയ സ്കാൻ, അനോമലി സ്കാൻ, ബേബിയുടെ എല്ലാ പാർട്സും ഗ്രോത്ത് കറക്റ്റ് ആണോ, ഒരു അനോമലീസും ഇല്ല, അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ നോക്കിയിട്ട് ദാറ്റ് ഇസ് കോൾഡ് അനോമലി സ്കാൻ. പിന്നെ 7th month 8th month ആകുമ്പോൾ ഒരു ഗ്രോത്ത് സ്കാനും കൂടി ചെയ്യും. സോ ഇങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുമ്പോൾ വി കോൾ ഇറ്റ് എ ഹെൽത്തി പ്രഗ്നൻസി. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. സോങ്സിന് ശേഷം സ്റ്റേ ട്യൂൺ ദിയാണ് നിങ്ങളോടൊപ്പം. NMC Wellness Guide by Dr. Rati Satyan, specialist in obstetrics and gynecology at Bright Point Royal Women's Hospital, Abu Dhabi. ഇപ്പോൾ ഡോക്ടർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. ഡോക്ടർ ഹെൽത്തി പ്രഗ്നൻസിയെ കുറിച്ച് നേരത്തെ നമ്മളോട് സംസാരിച്ചു. ഇനി ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ നേരത്തെ ചിലർക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങി. ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഈ എൻവിറോൺമെന്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കാരണം കുറച്ചും കൂടി ഡിലേ ആക്കി മാരേജ് ഏജ്. അപ്പൊ ഓൾറെഡി ഒരു സ്ത്രീ ഇപ്പൊ 28, 30+ ആകുമ്പോ അവര് പ്രഗ്നൻസി നോക്കുന്നുണ്ട്. സോ ചിലർക്ക് ഓൾറെഡി ബിപിയുടെ ചേഞ്ചസ് തുടങ്ങുന്നുണ്ട്, ചിലർക്ക് ഈ സ്ലൈറ്റ് ഡയബറ്റിക് ടെൻഡൻസി, ഷുഗറുടെ ടെൻഡൻസി ഉണ്ട്, കൂടുതൽ ഇപ്പൊ നമുക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. ഇങ്ങനെ ഉള്ളവർക്ക് ഓൾറെഡി ഉള്ളവർക്ക് നമുക്കറിയാം ദേ ആർ ഓൾറെഡി അനീമിക്, ഓൾറെഡി തൈറോയിഡ് പ്രോബ്ലംസ്, മെഡിക്കേഷൻസ് നേരത്തെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് വിൽ ബി എ സെപ്പറേറ്റ് ലൈൻ. ഇൻ കേസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവർ 3 months വരെ ഒരു കുഴപ്പമില്ല, 4th month കുഴപ്പമില്ല, ബട്ട് 5th month നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചേഞ്ചസ് തുടങ്ങി, ചിലർക്ക് BP തുടങ്ങും, ചിലർക്ക് ഷുഗർ പ്രോബ്ലംസ് വരാൻ തുടങ്ങും. അപ്പൊ അതനുസരിച്ച് അവർക്കായിട്ടുള്ള സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻസും സെപ്പറേറ്റ് കുറച്ചും കൂടി കൂടുതൽ കെയറും. ഇൻ കേസ് നോർമൽ ലേഡീസ് നമുക്ക് എവറി 4 weeks വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഉള്ളവർ ഒരു 2 weeks കൂടുമ്പോൾ അവരെ വിളിക്കേണ്ടി വരും. അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റോ ഇങ്ങനെ പ്രത്യേകിച്ച് സ്കാൻസോ അങ്ങനെ ചെയ്യേണ്ടി വരും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. സോങ്സിന് ശേഷം സ്റ്റേ ട്യൂൺഡ്. NMC Wellness Guide by Dr. Rati Satyan, specialist in obstetrics and gynecology at Bright Point Royal Women's Hospital, Abu Dhabi. ഇപ്പോൾ ഡോക്ടർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. ഡോക്ടർ, ലേഡീസിൽ അധികവും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറഞ്ഞാൽ ഈ ഓവറീസിൽ ചെറിയ ചെറിയ കുറുക്കൽ പോലെ ചെറിയ സിസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് കറക്റ്റ് എഗ് ഫോർമേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഉള്ളപ്പോ അവർക്ക് പീരിയഡ്സ് കറക്റ്റ് എവറി മന്ത് കിട്ടാറില്ല. സോ ഇങ്ങനെ പീരിയഡ് 2-3 months ഡിലേഡ് ആയിട്ട് വന്നിട്ട് അവർക്ക് ആദ്യം ഇതിന്റെ സിംറ്റം മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയാണ്. കറക്റ്റ് പീരിയഡ്സ് കിട്ടാതെ പോകും. ഈ സ്ത്രീ ഇൻ കേസ് മാരേജ് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് പ്രഗ്നൻസി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഇൻ കേസ് അവർ ഒരു കുറച്ചൊക്കെ ട്രീറ്റ്മെന്റ് എടുത്ത് പ്രഗ്നന്റ് ആയാലും ആ പ്രഗ്നൻസി അബോർഷൻ ആകാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ പോളിസിസ്റ്റിക് ഓവറി അതൊരു സ്പെക്ട്രം പോലെയാണ്. ജസ്റ്റ് ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ ഡിസീസ്.
പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് തൈറോയിഡ് പ്രോബ്ലംസ് കാണാം, ഒബിസിറ്റി, കൂടുതൽ വെയിറ്റ് ഉണ്ടാകാം, സോ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും. സോ ഇറ്റ് ഇസ് ലൈക്ക് എ സ്പെക്ട്രം. പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് കൂടുതൽ ബ്ലഡ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്, ഡയബറ്റിക് ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. സോ ഫ്യൂച്ചർ ഓൾസോ അവർക്ക് ഇങ്ങനെ പോയാൽ അവർക്ക് കുറച്ചും കൂടി മെറ്റബോളിക് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഓൺ ദ ഹോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് സിൻഡ്രോം പോലെ. സോ ആദ്യമേ നമുക്ക് കുറച്ചും കൂടി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഡയറ്റ്, എക്സസൈസ് അതൊക്കെ ചെയ്താലേ ഇത് ശരിയാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഹെൽത്തി പ്രഗ്നൻസിയെ കുറിച്ചും ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് സംസാരിച്ചതിന്.